ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ദൈവകരുണയുടെ 25 ദിനരാത്രങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി പേര് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. സ്നേഹപൂർവ്വം നിങ്ങളെല്ലാവരെയും ഈ ദൈവകരുണയുടെ തിരുനാളിനായിട്ട് സ്വാഗതം ചെയ്യാണ്. ഇന്നു മുതൽ നമ്മൾ 25 ദിവസങ്ങളാണ് പ്രാർത്ഥിക്കുന്നത്, പരിഹാരങ്ങൾ ചെയ്യുന്നത്. ഈ വാട്സപ്പ് ചാനലിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ പരിപൂർണതയിൽ നിങ്ങൾ ചെയ്യുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. ലോകം മുഴുവനും അതുപോലെ തന്നെ യുദ്ധങ്ങൾ, വേദനകൾ, മാരകപാപികളായ വ്യക്തികൾക്ക് വേണ്ടി നമുക്കും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങൾക്കും ഈ ദൈവകരുണ തുറക്കപ്പെടുന്നത് വലിയൊരു പരിഹാരത്തിൻ്റെ ദിനരാത്രങ്ങളാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ആദ്യ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലാണ് ദൈവകരുണ. അപ്പോൾ ദൈവകരുണ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എല്ലാ വ്യക്തികളിലേക്കും ഒരുപോലെ ഒഴുകുന്ന ഒരു നീർച്ചാൽ. നമ്മൾ സങ്കീർത്തന പുസ്തകത്തിൽ 42-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. നീർച്ചാൽ തേടുന്ന മാൻപേടെ പോലെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എനിക്ക് ദൈവസന്നിധിയിലെത്തി അവിടുത്തെ കാണാൻ കഴിയുക? രാപ്പകൽ കണ്ണീര് എൻ്റെ ഭക്ഷണമായി. അവിടുത്തെ ദൈവത്തെ ഓർക്കാൻ നിരന്തരം നിനക്ക് ദൈവം കൃപ തരും. പ്രിയപ്പെട്ടവരെ, നീർച്ചാലിനരികിൽ തേടുന്ന ഒരു മാൻപേടെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും. ഓരോ ദിവസവും നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ട്. എന്ന് ദൈവത്തോട് ദൈവമേ, എന്നാണ് അങ്ങയിലേക്ക് എത്തിച്ചേരുക, സ്വർഗത്തിലേക്ക്, നീതിയിലേക്ക് എത്തിച്ചേരുക? ഈ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഈ കരുണയുടെ അതിദിനത്തിലുണ്ടാകട്ടെ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അനുഗ്രഹത്തിൻ്റെ നീർച്ചാലാണ്. നമുക്കറിയാം, ഒരു അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒഴുകുന്ന ഒരു ഉറവയുണ്ട്. ഈ ലോകത്തിൻ്റെ എല്ലാ അനുഗ്രഹത്തിൻ്റെ ഉറവയാണ് ഈശോയുടെ ഹൃദയത്തിൽ ഒഴുകിയ ആ വലിയ സ്നേഹത്തിൻ്റെ കരുണയുടെ കാവല്. ഞാനൊരു 4 കാര്യങ്ങളിലൂടെ ഈ ഒരു കാര്യത്തെ നിങ്ങളുടെ മുന്നിൽ ചിന്തിപ്പിക്കും. ഒന്നാമത്തത്, ദൈവകരുണ മനുഷ്യ ജീവിതത്തിലേക്ക് ഒഴുകുന്ന അനുഗ്രഹത്തിൻ്റെ ഉറവയാണെന്നുള്ളതാണ്. എങ്ങനെയാണ്? വിലാപങ്ങളുടെ പുസ്തകം 3:22 വചനം പറയാം, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉന്നതമായ വിശ്വസ്തത നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകാൻ നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ നീർച്ചാലാണ് ദൈവത്തിൻ്റെ കരുണ. നമുക്കറിയാം, സെയിൻറ്റ് അഗസ്റ്റിൻ പറയുന്നൊരു വാചകമുണ്ട്, ദൈവത്തിൻ്റെ കരുണയാണ് മനുഷ്യൻ്റെ രക്ഷയുടെ ആരംഭവും പൂർത്തീകരണം. അപ്പം നമ്മൾ തുടങ്ങിയത് ദൈവകരുണയിൽ നിന്നാണ്, നമ്മൾ മരിച്ച് എത്തുന്നതും ഈ ദൈവകരുണ. അതുകൊണ്ടാണ് ഈ നീർച്ചാലിന് ഇത്രയും അഭിഷേകവും ഇത്രയും ആവശ്യകത ഈ കാലഘട്ടത്തിലുള്ളൂ. രണ്ടാമത്തെ കാര്യം, പാപത്തിൽ വീണ ഒരു മനുഷ്യനെ ഉയർത്താൻ ദൈവം ഒഴുക്കിയ ഒരു നീർച്ചാലാണ് ദൈവത്തിൻ്റെ കരുണ. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, അത് നമ്മുടെ നീതിയുടെ പ്രവൃത്തി കൊണ്ടല്ല, പിന്നെയോ അവിടുത്തെ കാരുണ്യം മൂലം പരിശുദ്ധാത്മാവ് അവിടുത്തെ നിർവഹിച്ച പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനത്താൽ അത്രേ. തീർച്ചയായിട്ടും ഈ ഒരു ദൈവകരുണ എന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് കിട്ടിയതല്ല. പിതാവായ ദൈവം തൻ്റെ ഏകമകനിലൂടെ ഈ ലോകത്തെ രക്ഷിക്കാൻ ഒഴുക്കിയ കരുണയാണ്. ജോൺ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞ ദൈവപണ്ഡിതൻ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു വിശുദ്ധനാണ്. അദ്ദേഹം പറയുക, പാപം വലുതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വലിയതാണ്. പാപം വിലയുള്ളതും വലുതുമാണ് ഈ ലോകത്തെ നശിപ്പിക്കാൻ, എന്നാൽ ദൈവത്തിൻ്റെ കരുണ അതിനേക്കാൾ വിലയേറിയതാണ് തിരിച്ചറിയുക. മൂന്നാമത്തത്, കുരിശിൽ നിന്നൊഴുകുന്ന ദൈവത്തിൻ്റെ കരുണയുടെ നീർച്ചാൽ. നമുക്കറിയാം, ഈശോ കുരിശിൽ കിടക്കുമ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയതാണ് ഈ ദൈവകരുണ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാം വാക്യം, പടയാളികൾ ഒരുവൻ വന്ന് അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അവിടുന്ന് രക്തവും വെള്ളം ഒഴുകി. അന്ന് തുറക്കപ്പെട്ടത് ഇപ്പോഴും അടയ്ക്കപ്പെട്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, സഭാപണ്ഡിതനായ വിശുദ്ധനായ അംബ്രോസ് പഠിപ്പിക്കുക, ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയത് സഭയുടെ ജീവന്റെ ഉറവയാണ്. സഭ തുറക്കപ്പെട്ട ദിവസമാണ് സഭയുടെ ഏറ്റവും വലിയ കൃപ എന്നത് ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് വേണ്ടി കൂടി നമുക്ക് ഈ കരുണയുടെ കൃപയിൽ സഭ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെല്ലാം സഭയുടെ മക്കളാണ്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവർ കൂടിയാണ്. നാലാമത്തെ കാര്യം, ദൈവകരുണ സഭയിലൂടെ ലോകത്തിലേക്ക് ഒഴുകുന്ന അനുഗ്രഹമാണ്. സഭയിലൂടെ ഈ ലോകത്തുള്ള എല്ലാ മതത്തിലുള്ള ഏത് വിഭാഗത്തിൽപ്പെട്ട ദൈവത്തെ അറിയാത്തവരിലേക്ക് ഒഴുകുന്ന ഒരു കരുണയാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 1:50 പറയണേ, അവിടുന്ന് ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. ഈ ദൈവ കരുണയുടെ ഭക്തിയിൽ ആഴപ്പെടുന്ന എല്ലാവർക്കും തലമുറകൾ, നമ്മൾ മരിച്ചാലും നമ്മുടെ തലമുറയിലേക്ക് ഈ കരുണ ഒഴുകപ്പെടും. പ്രത്യേകിച്ച് ഐറോണിസ് എന്ന് പറഞ്ഞ സഭാപിതാവും പഠിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ മഹത്വം മനുഷ്യൻ ജീവിക്കുന്നത്
മനുഷ്യനെ ജീവിക്കാൻ ദൈവത്തിന്റെ കൃപ ശക്തിപ്പെടുത്തുന്നതുകൊണ്ടാണ്. ദൈവത്തിന്റെ മഹത്വം മനുഷ്യനിലേക്ക് ജീവിക്കുന്നത് മനുഷ്യനിൽ ജീവിക്കുന്ന ഈ ദൈവത്തിന്റെ കൃപയാണ് നയിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവനിലും ഈ നീർച്ചാല് ആദ്യ ദിവസം പൊട്ടി ഒഴുകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. 25 ദിവസം മുടങ്ങാതെ ഈ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതിൽ സഹായിക്കുന്ന എല്ലാ വൈദികരെയും ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിന് സഹായിക്കുന്ന എല്ലാ ആത്മായ ശുശ്രൂഷകരെയും യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ നിങ്ങളുടെ എല്ലാവരുടെ കൂടെ ഉണ്ടാകട്ടെ. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.